പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. ശ്രീമതി രമ്യ ഹരിദാസ് 9 മിനിറ്റ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉപക്ഷേപം സംസാരിച്ച എം വിൻസെന്റ് MLA ഉപക്ഷേപത്തിൽ സൂചിപ്പിച്ചതിനെല്ലാം ഞാൻ പൂർണ്ണമായി പിന്താങ്ങുന്നു സാർ. ഒട്ടനവധി സാംസ്കാരിക ആത്മീയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ സംഭാവന ചെയ്ത ഒരു നാടിൻ്റെ പ്രതിനിധിയായി നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കാൻ കാരണക്കാരായ സാധാരണക്കാരായ നിഷ്കളങ്കരായ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കുന്ന ചിറയിൻ കീഴുകാർക്ക് എൻ്റെ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ നന്ദി പ്രമേയത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടക്കുന്നു സാർ. വിഖ്യാത റഷ്യൻ എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോയുടെ മിസറബിൾ എന്ന നോവലിലെ ആസ്പദമാക്കി തയ്യാറാക്കിയ നാടകത്തിലെ ഗാനത്തിൽ ഇങ്ങനെയൊരു വരിയുണ്ട്: ഈവൻ ദി ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് ആൻഡ് ദി സൺ വിൽ റൈസ്. അതെ സാർ, ഇരുണ്ട 10 വർഷം പുതുപുലരിക്ക് കാത്തിരുന്ന മലയാളിക്ക് കിട്ടിയ പ്രതീക്ഷയുടെ സൂര്യോദയമാണ് ഈ സർക്കാരിൻ്റെ നയങ്ങളും പ്രഖ്യാപനങ്ങളും സാർ. ആദ്യ നയപ്രഖ്യാപനത്തിൽ തന്നെ വളരെ കൃത്യമായി സർക്കാർ നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാധാരണക്കാരനെ ചേർത്തു നിർത്തുന്ന സമീപനമായിരിക്കുമെന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും ഒരു നേരത്തെ അന്നത്തിനും ചികിത്സയ്ക്കും വേണ്ടി ക്ഷേമ പെൻഷനുകളെ സാധാരണക്കാരനായിരിക്കുന്നവർക്ക് ഒരു തോർത്തുമുണ്ട് വാങ്ങാൻ, ഒരു കഷായം വാങ്ങിക്കുവാൻ സാധാരണ സർക്കാർ ധനസഹായങ്ങളെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന വാക്ക് ഈ സർക്കാർ സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് സാർ. പെൻഷൻ വിതരണത്തിന് വേഗതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന് ആദരണീയനായ ഉമ്മൻചാണ്ടി സാർ ആരംഭിച്ച ഡിജിറ്റൽ വൽക്കരണവും ആ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേക അദാലത്തുകൾ നടത്തി ക്ഷേമ പെൻഷനുകൾ അർഹരായ മുഴുവൻ ആളുകളിലേക്കും അനുവദിച്ചതും ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം ലോകത്തിലെ മുഴുവൻ മലയാളികളും സ്വാഗതം ചെയ്തു കഴിഞ്ഞു സാർ. ഈ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാർ അന്ന് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ശേഷം കേരളത്തിലെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയായിരിക്കും സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. കുടുംബം പുലർത്താൻ വേണ്ടി മത്സ്യക്കച്ചവടം ചെയ്യുന്ന, വീട്ടുജോലിക്ക് പോകുന്ന, ഹോട്ടലുകളിൽ പാത്രം കഴുകാൻ പോകുന്ന, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കാൻ പോയി സ്ത്രീകൾ ഒരു മാസം ചെലവഴിക്കേണ്ടി വരുന്ന ബസ്സിന്റെ കൂലി ഭക്ഷണ സാധനങ്ങൾക്ക് എന്നതിനേക്കാൾ മറ്റു വലിയൊരു പുണ്യം മറ്റെന്താണ് സാർ? ഒരുപാട് കുടുംബങ്ങളിലെ പട്ടിണിയും പ്രാരാബ്ധങ്ങളും ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാക്കാൻ അവർക്കൊരു ചെറിയ തുക മിച്ചം പിടിക്കുവാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളത് അഭിമാനമാണ് സാർ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ബസ് ചാർജ് പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത എത്രയോ സഹപാഠികൾ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിലെ എടുത്തു തീരാത്ത നോട്ട് പുസ്തകങ്ങളിലെ പേജുകൾ പിച്ച് ചീന്തിയെടുത്ത് തുന്നിക്കൂട്ടി പുതിയ നോട്ട് ബുക്കുകളാക്കി സ്കൂളിലേക്ക്, ക്ലാസ്സുകളിലേക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുണ്ട് സാർ. അന്നൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിരുന്ന ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന ഗ്രാന്റുകളായിരുന്നു കുറച്ചെങ്കിലും സഹായം. ഇന്ന് UDFന്റെ സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ പ്രതിമാസം കോളേജ് കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അവരുടെ പഠനത്തിനുള്ള ചെലവുകൾ സ്വയം വഹിക്കാൻ കഴിയും എന്നുള്ളത് അഭിനന്ദനം തന്നെയാണ് സാർ. ബസ് ചാർജ് കൂടി ഒഴിവാക്കപ്പെടുന്നതോടെ പെൺകുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തുക വിനിയോഗിക്കുവാൻ കഴിയുന്നതും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് സാർ. കേരളത്തിന് ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സാർ. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അമ്മമാർക്ക് പോലും ആ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് റോഡിലേക്ക് വന്നാൽ കൈ കാണിച്ചാൽ നിർത്തിയിരുന്ന ഈ നാടിന്റെ അഭിമാനമായിരുന്ന ഒരു ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പുതുപ്പള്ളിയുടെ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ്. ഒന്നോർക്കണം, അദ്ദേഹത്തിന്റെ പേരിൽ, ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്.
കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കിയിരുന്ന കാരുണ്യ പദ്ധതി നിലച്ചു പോയത്, കൃത്യമായ രീതിയിൽ നടക്കാതെ പോയതും പല കുടുംബങ്ങളെയും ചികിത്സ മുടങ്ങിപ്പോകാനും കടക്കെണിയിലേക്ക് തള്ളിവിടാനും കാരണമായിട്ടുണ്ട്. സാധാരണക്കാരനും ആധുനിക ചികിത്സ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഈ സർക്കാർ നയപ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, കർഷകരെ പാടെ മറന്ന ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന, കർഷകർ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഒരു പാർലമെന്റ് അംഗമായിരുന്ന സമയങ്ങളിൽ പലപ്പോഴും അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളും അന്നത്തെ LDFന്റെ സഹപ്രവർത്തകരും കൂടി ചെയ്തിരുന്നത് ജനങ്ങളോട് വലിയ ദ്രോഹമായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ തറവില കൂട്ടാം എന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് ആ നെൽകർഷകരുടെ നെല്ല് മുഴുവൻ വീട്ടിന്റെ മുറ്റത്തും പറമ്പിലും കൂട്ടിയിടുമ്പോൾ, മഴ വന്ന് ഒലിച്ചു പോകുമ്പോൾ ഒരു നേരം തിരിഞ്ഞു നോക്കുവാനോ, ഞങ്ങൾ ഞാറ് തടുമ്പോൾ അറിയില്ലേ ഇത് കൊയ്യാനുള്ളതാണ് എന്ന് സർക്കാരിനോട് മുഖത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാത്ത സർക്കാരായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സാർ, ഈ നയപ്രഖ്യാപനത്തിനകത്ത് വലിയ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, നെൽകർഷകർ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളമുള്ള കർഷകരെ ചേർത്ത് നിർത്തുവാൻ ഈ സർക്കാർ നെഞ്ചോട് ചേർത്ത് നിർത്തുവാനുള്ള പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിനന്ദനാർഹമാണ്. സാർ, മറ്റൊരു വിഷയം, കാർഷിക മേഖലയിൽ റബ്ബർ കർഷകർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നേരിടുന്നത് വന്യജീവികളുടെ ആക്രമണമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ നെന്മാറ ഫോറസ്റ്റ് പരിധിയിൽ ഒരു സാധാരണക്കാരി യാത്ര ചെയ്യുമ്പോൾ അവരെ പന്നി ഇടിച്ച് വീഴ്ത്തി അവർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിലാക്കുന്ന ഒരു സ്ഥിതി വന്നു. സാർ, നെന്മാറ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് വിളിച്ച അന്നത്തെ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന എനിക്ക് അവിടെ നിന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ആ പരിക്ക് പറ്റിയ സ്ത്രീ മാത്രമാണ് നെന്മാറ പരിധി ഫോറസ്റ്റ് പരിധിയിൽ താമസിക്കുന്നത്, പക്ഷേ വന്നിരുന്ന ആന പീച്ചി പരിധിയിലെ ആനയായിരുന്നു എന്ന് മറുപടി പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സംവിധാനമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. വന്യജീവി ആക്രമണം നേരിടുന്നവരോട് ഇതുപോലെ മുഖം തിരിഞ്ഞു നിന്നിരുന്ന ഒരു സർക്കാർ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വലിയ വേദനയോടുകൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ആരോഗ്യ മേഖലയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പട്ടികജാതി വിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു രീതിയിൽ പോലും ശ്രദ്ധ കൊടുക്കാതെ കഴിഞ്ഞ കാലഘട്ടത്തിലെ സർക്കാർ മുന്നോട്ട് പോയി. ഇന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി, അന്നത്തെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ AP അനിൽകുമാർ മിനിസ്റ്റർ ഇരിക്കുന്ന സമയത്ത് അനുവദിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇന്നും അതിനൊരടി മുന്നോട്ട് വെക്കുവാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വേദനയോടുകൂടി പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് UDFന്റെ സർക്കാരിന്റെ ഈ നയപ്രഖ്യാപനത്തിൽ ആരോഗ്യ മേഖലയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹർഷിന എന്ന് പറയുന്ന ഒരു കൊച്ചു സഹോദരിയുടെ വേദന പോലും കേൾക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ പാലക്കാട്ടെ പല്ലശ്ശനയിലെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി, പ്രിയപ്പെട്ട വിനോദിനിക്ക് കൈകൊടുക്കുന്ന രീതിയിലേക്ക്, ഈ രീതിയിൽ ആരോഗ്യ മേഖലയെ തകർക്കുന്ന രീതിയിലേക്ക് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം വ്യതിചലിച്ചു പോയിരുന്നതിൽ നിന്ന് ആ ആരോഗ്യ മേഖലയെ തിരികെ പിടിക്കുവാൻ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നടപടിയെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീരദേശ സംരക്ഷണം സർക്കാരിന്റെ പ്രധാന അജണ്ടയിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ചിറയിൻകീഴ് പ്രദേശത്തെ മുതലപ്പൊഴി ഈ നിയമസഭയ്ക്കുള്ളിൽ നിരവധി തവണ മുഴങ്ങിക്കേട്ട പേരാണ്. ഈ സർക്കാർ സാധാരണക്കാരുടെ കൂടെ, മത്സ്യത്തൊഴിലാളികളുടെ കൂടെ, തീരദേശവാസികളുടെ കൂടെ തന്നെയാണെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രഖ്യാപനം. ചരിത്ര ശേഷിപ്പുകളുടെ സംരക്ഷണം ഈ കാലത്ത് പ്രത്യേക പരിഗണന നൽകേണ്ട വിഷയമാണെന്ന് ജനകീയ സർക്കാർ തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവാണ് ചരിത്ര സ്മാരകങ്ങൾ കൃത്യമായി സംരക്ഷിക്കുമെന്ന ഈ നയപ്രഖ്യാപനത്തിലെ ഉറപ്പ്. സാർ, സ്ത്രീ സൗഹൃദമായിരിക്കുന്ന അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. സ്ത്രീകൾ, പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ശാരീരികമായ പ്രശ്നങ്ങൾ കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ശാരീരിക അവസ്ഥ പല സ്ത്രീകൾക്കുമുണ്ട്. ആർത്തവ അവധി ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. അതുമാത്രമല്ല, അന്ന് ക്ലാസുകൾ നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വീക്കിലി ക്യാച്ചപ്പ് ക്ലാസുകൾ എന്ന ആശയം വളരെ വ്യക്തതയോടെയാണ് ഇതിനെ സർക്കാർ സംവിധാനം സമീപിക്കുന്നത് എന്ന ബോധ്യം സമൂഹത്തിനുണ്ടാകും. സാർ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സാർ, ഒരു കപ്പലിന്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ
ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ പലതരം അതിക്രമം നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്ക് പുറത്ത് എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. സാർ, ആ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ കേടുപാട് തീർക്കുന്നതിന് പകരം കപ്പൽ ജീവനക്കാർ തന്നെ കപ്പൽ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് സാർ കപ്പിത്താൻ അതിനെ പ്രശംസിച്ചത്. സാർ, അങ്ങനെയുള്ള കപ്പൽ മുങ്ങിയില്ല എങ്കിൽ അത്ഭുതമേ ഉള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല സാർ പുതിയ സർക്കാർ. ഇത് 102 ബോഗികൾ ഉള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിൽ ഗാർഡുമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ടെക്നീഷ്യന്മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ് സാർ. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളും കൂട്ടുന്നതിനും പുതിയ റൂട്ടുകൾ അനുവദിക്കുന്നതിനും പരിഗണിക്കും സാർ. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗം ആർജിച്ച് ഈ ട്രെയിൻ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനിലും ഓടിയെത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും സാർ. ഈ ട്രെയിൻ ഈ രാജ്യത്തിന് മാതൃകയായ ഒരു ട്രെയിനായി മാറും സാർ. നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി ചിറയിൻകീഴുകാർക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പിൻവാങ്ങുന്നു.